സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഈശോയെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജീവിത ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമയത്തിന്റെ മേല് മധ്യസ്ഥ സ്വാധീനമുള്ള സഞ്ചാരി മാതാവ് ഈ ആരാധനയുടെ യോഗ്യതയാൽ സഞ്ചരിച്ചെത്തി ആ മക്കളുടെ വിഷയങ്ങളുടെ മേൽ എത്രയും വേഗം ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം, ആഗ്രഹത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. കൃപകൾക്കും ദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വികാരുണ്യനാഥ, അങ്ങേ സന്നിധിയിലായിരിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥനയിലായിരിക്കുന്ന, വിവിധ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ ആരാധനാ സമയം കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജീവിത വരുമാന മാർഗം കാണാതെ അലയുന്ന ഒരു മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ കൂടെ ഈ ആരാധനയുടെ യോഗ്യതയാൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ വിഷമിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് 30 വയസ്സിന് മുകളിലുള്ള എല്ലാ മക്കളെയും, ഞങ്ങളുടെ കുടുംബങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടിയുടെ യോഗ്യതയാൽ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള മുഴുവൻ മക്കളുടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ യോഗ്യതയാൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ നൽകി ആ മക്കളെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് കുടുംബങ്ങളിലായിരിക്കുന്ന, വഴിതെറ്റിയ സ്നേഹബന്ധങ്ങളിലായിരിക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ദൈവത്തെ നിരക്കാത്ത ബന്ധങ്ങളിൽ നിന്ന് ഈ ആരാധനയുടെ യോഗ്യതയാൽ ആ മക്കൾക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പഠനത്തിൽ അലസത കാണിക്കുന്ന കുഞ്ഞുമക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ കാരണങ്ങൾ മൂലം കുടുംബ സമാധാനം നഷ്ടപ്പെട്ട ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടബാധ്യതയാൽ വലയുന്ന മക്കള്, ജപ്തി നടപടികളിലൂടെ കടന്നു പോകുന്ന മക്കള്, ഒരു ഭവനം വയ്ക്കുവാൻ, ഭവനം ലഭിക്കുവാൻ നാളുകളായി ആഗ്രഹിച്ചിട്ടും പ്രയത്നിച്ചിട്ടും കിട്ടാത്ത മക്കള്, വാടകയ്ക്കും ഒറ്റയ്ക്കും പാട്ടത്തിനുമൊക്കെ ജീവിച്ച് വാടക പോലും കൊടുക്കാൻ കഴിയാതെ ദുരിതക്കയത്തിലായിരിക്കുന്ന സഹോദരങ്ങള്, മദ്യത്തിനും ലഹരി മരുന്നിനൊക്കെ അടിപ്പെട്ടുകൊണ്ട് മക്കൾ വഴിതെറ്റിപ്പോയ അവസ്ഥകളിലൂടെ വിഷമിക്കുന്ന മാതാപിതാക്കള്, എല്ലാവരെയും നമുക്ക് ഒരു നിമിഷം ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറെ പ്രത്യേകമായിട്ട് വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്ന മക്കളെ, നാളുകളായിട്ട് പരസ്പരം ഒന്ന് ഫോൺ പോലും എടുക്കാതെ പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതികളായിട്ടുള്ള സഹോദരങ്ങളെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അൾത്താരയിൽ അവർ ചെയ്ത വിവാഹ ഉടമ്പടി അത് ദൈവ തിരുസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള ഒരു ആഴമായിട്ടുള്ള അനുതാപം അങ്ങനെ പിരിഞ്ഞ് താമസിക്കുന്ന മക്കൾക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനാ സന്ദേശത്തിൽ നമ്മൾ ശ്രവിച്ചതുപോലെ അതെ, ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴം നമുക്ക് പറിക്കാൻ പറ്റും. ആത്മാവിൻ്റെ ഫലങ്ങൾ പേറുന്നവരായി പരസ്പരം ക്ഷമിച്ചും പൊറുത്തും
ഈശോയെ, കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുടുംബസമാധാനം നഷ്ടപ്പെട്ട എല്ലാ മക്കളെയും വിധങ്ങളായ കാരണങ്ങൾ മൂലം, ഏറെ പ്രത്യേകമായിട്ട് ഒരുപാട് ലക്ഷങ്ങൾ കടം കൊടുത്തിട്ടും അത് തിരിച്ചു കിട്ടാതെ പറ്റിക്കപ്പെട്ട അവസ്ഥയിൽ വീടും നാടും വിട്ടുമൊക്കെ കടം കയറി വലയുന്ന ഒരുപാട് മക്കള് മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുണ്ട്. ഈശോയെ, അവരുടെ മേലെല്ലാം വലിയ ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഞ്ചാരി മാതാവ് സഞ്ചാരിച്ചെത്തി അവർക്ക് എത്രയും വേഗം നീതി നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിട്ടാനുള്ള മുഴുവൻ പൈസയും ഈശോയെ അവരുടെ കൈകളിൽ എത്തിച്ചേർന്ന് ആ മക്കളെ സുരക്ഷിതരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ കൂപ്പി കർത്തൃ സന്നിധിയിലെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ദൈവികമായ നിമിഷമാണ്. തീർത്ഥാടനത്തിലിരിക്കുന്ന നിങ്ങളെയും ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരെയും എക്കാലങ്ങളിലും അവരുടെ ആവശ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി കർത്താവ് ഈ നിമിഷത്തെ ആശീർവദിച്ച് അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപാസന മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിന്ദു ജോൺസൺ. ഞാൻ ഒരു ടീച്ചറാണ്. വൈപ്പിനിൽ നായരമ്പലത്ത് നിന്നാണ് വരുന്നത്. മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയം ഇടവകക്കാരിയാണ് ഞാൻ. 2023 ഒക്ടോബർ മാസത്തിലാണ്, ഇതുപോലെ തന്നെ ഒരു ഒക്ടോബർ മാസത്തിലാണ് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടിക്ക് മുൻപ് 1-2 തവണ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുക്കാൻ വന്നത് കഴിഞ്ഞ 2023 ഒക്ടോബർ 8-ാം തീയതിയായിരുന്നു. അതിനുശേഷം പല ദൈവിക അനുഭവങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. എന്നാൽ സക്കേവൂസിൻ്റെ കഥ അച്ഛനിപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് വളരെയധികം എന്തൊക്കെയോ ഒരു വലിവുകളുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു സാക്ഷ്യം പറയാൻ മുന്നോട്ട് വരാൻ തക്ക വിധം ഒരു അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്കിപ്പോഴാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഇത് പറയാനുള്ളൊരു ധൈര്യം കൂടി ലഭിച്ചു. കഴിഞ്ഞ മാർച്ച് 14-ാം തീയതിയോടുകൂടി എൻ്റെ മകനൊരു ചുമ പനിയൊക്കെ ആയിട്ട് തുടങ്ങി. കുറച്ച് ദിവസം ഞങ്ങൾ അവിടുത്തെ ഒരു ഞാറക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണിൽ ചെറിയൊരു ചുവപ്പ് കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ വീണ്ടും ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് കണ്ണിക്കേടാണെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും രണ്ടാമത് നമ്മൾ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മാറ്റി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ചെറിയ ഒരു വയറിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു തടിപ്പ് കാണാൻ തുടങ്ങി. അപ്പോൾ മീസൽസിൻ്റെ ആരംഭമാകാം. ചെറിയ കുട്ടികളിൽ മീസൽസ് വരുന്നത് പോലെയല്ല,
20 വയസ്സായ ആൾക്ക് മീസൽസ് വന്നാൽ അത് വളരെയധികം അപകടം നിറഞ്ഞൊരു ഘട്ടമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അഡ്മിറ്റായി നമുക്ക് ചികിത്സ തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്രിസ്തു ജയന്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷേ ഏകദേശം വൈകുന്നേരമായപ്പോൾ തന്നെ മോൻ്റെ ഭാവം മാറിത്തുടങ്ങി. അവനാകെ പനിയൊക്കെ ആയി, മേല് മുഴുവനും ഒത്തിരി കുമ്മളകൾ വരാൻ തുടങ്ങി. അങ്ങനെ വൈകുന്നേരത്തോടെ ഞങ്ങൾ ക്രിസ്തു ജയന്തിയിൽ നിന്ന് ലൂർദ് ഹോസ്പിറ്റലിലേക്ക് വരികയും അവിടെ വന്ന ഉടനെ തന്നെ കാഷ്വാലിറ്റിയിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ കാണുന്നത് കുഞ്ഞിൻ്റെ ദേഹം മുഴുവനും വളരെ വലിയ കുരുക്കൾ വന്നു തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞത് മെഡിസിൻ അലർജി ആയതാണ്, ആൻറ്റിബയോട്ടിക് അലർജി ആയതാണ്. പക്ഷേ ഇത് ഓരോ ദിവസവും കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോവും, നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം മാതാപിതാക്കളായ നിങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങളുടെ ചികിത്സയോട് സഹകരിക്കണം എന്നവർ പറയുകയുണ്ടായി. ആ നിമിഷം ഞങ്ങൾ എല്ലാവരും തകർന്ന ഹൃദയത്തോടെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് മാതാവിനോടായിരുന്നു. കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ആളായതുകൊണ്ട് തന്നെ എൻ്റെ കൈവശം എപ്പോഴും ഒരു കൊന്തയും ആ ഉടമ്പടി രൂപവും ഉണ്ടാകുമായിരുന്നു. അപ്പോൾ മോനെ ICUവിലേക്ക് മാറ്റുകയാണ്, അതും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ICUവിലേക്കാണ് മാറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ മാറ്റുന്ന സമയത്ത് ഞാൻ ആ കൊന്തയും ആ ഉടമ്പടി കാശ് രൂപവും കൂടി മോൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവനത് വിശ്വാസത്തോടെ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം പിന്നെ ഞങ്ങൾ കാണുമ്പോൾ കൊച്ചിൻ്റെ കണ്ണൊക്കെ അടഞ്ഞു പോയായിരുന്നു. ഞങ്ങളെ കാണാൻ പറ്റാത്ത വിധം അടഞ്ഞു പോയി. അവന് ഞങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല, വായ തുറക്കാൻ പറ്റില്ല. ഉള്ളിലെല്ലാം നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ വലിയ കുരുക്കൾ വന്ന് അത് കറുത്ത രൂപത്തിലായി തികച്ചും പൊള്ളി, ഏകദേശം ഒരു 80% പൊള്ളലേറ്റ ഒരാളുടെ അവസ്ഥയിലേക്ക് മകൻ മാറി. നമ്മൾ എല്ലാവരും അസുഖം മാറാൻ മരുന്ന് കഴിക്കും. പക്ഷേ ഒരു മരുന്ന് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭവമായിരുന്നു. അവൻ്റെ വായെല്ലാം തന്നെയും നിങ്ങൾക്ക് കാണാം, ഒരു എന്താ പറയുക, ഒരു തീ മൊത്തം പൊള്ളി അവസ്ഥയിലായിരുന്നു. എല്ലാ സ്കിൻ മുഴുവനും പൊള്ളി കറുത്ത് വലിയ കുരുക്കളിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഓരോ അവയവങ്ങളിലും അവൻ്റെ ജനറ്റിക്സൊക്കെ 20 വയസ്സായ മകനാണ്, വാഴയിലയിലാണ് കിടത്തിയിരുന്നത് ICUവിൽ. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ. അവൻ്റെ ഏറ്റവും വലുത് അവൻ്റെ മാനസികാവസ്ഥയായിരുന്നു. 20 വയസ്സുള്ള ഒരു മകൻ, ചെറിയ കുട്ടികളാണ് അവിടുത്തെ നഴ്സുമാർ, അവരുടെ മുന്നിൽ വസ്ത്രങ്ങളൊന്നും ഉടുപ്പ് ഉപയോഗിക്കാതെയൊക്കെ ആയിരുന്നു അവൻ്റെ കിടന്നിരുന്നത്. അത്ര അവസ്ഥയിലും അവൻ പക്ഷേ മാതാവിനെ കൈവിട്ടില്ല. ഞാൻ കൊടുത്ത കൊന്തയിൽ അവൻ്റെ ധൈര്യം അർപ്പിച്ച് അവരെല്ലാവരും, ആ ലൂർദ് ഹോസ്പിറ്റലിലുള്ള ഓരോ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. അവിടുത്തെ ഫാദേഴ്സൊക്കെ അവന് കുർബാന കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ അവരെല്ലാവരും എന്നോട് പറയുന്നത് അവൻ ആ കൊന്തയിൽ നിന്ന് ഒരു നിമിഷം പോലും കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഉടമ്പടി രൂപം തന്നെയാണ് അവനെ സംരക്ഷിച്ചത്. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആദ്യമായിട്ട് അവന് കൊടുത്തത് ഇവിടുത്തെ ഉപ്പിട്ട ഒരു അല്പം കഞ്ഞിവെള്ളമായിരുന്നു. അത് പിന്നീട് ഇറക്കാൻ സാധിച്ചു. അതുപോലെ കുറച്ച് ദിവസം, ഒരു 4-5 ദിവസത്തെ വലിയ പരീക്ഷണങ്ങളുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടനും ചേച്ചിയും കൂടെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ഈ പിക്ചർ നമ്മളിവിടെ സമർപ്പിച്ചു. അച്ഛനത് നമ്മുടെ അൾത്താരയിൽ അത് മാതാവിൻ്റെ രൂപത്തോട് ചേർത്ത് വെച്ചു പ്രാർത്ഥിച്ചിട്ട് അവൻ്റെ കഴുത്തിലണിയാനായിട്ടൊരു ചെറിയൊരു കാശ് രൂപവും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അത് അവൻ്റെ ബെഡിനടിയിൽ സൂക്ഷിക്കുക, ഒരു നിമിഷം പോലും മാതാവ് വൈകില്ല, നിങ്ങൾക്കതിനുള്ള സൗഖ്യം കിട്ടിയിരിക്കും എന്ന് ഉറപ്പ് പറഞ്ഞു വിട്ടു. അന്ന് കൊണ്ടുവന്ന തൈലവും ആ തേനുമെല്ലാം ഡോക്ടേഴ്സ് പലപ്പോഴും നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമോ എന്ന് പോലും അവർ നമ്മളെ പറയാറില്ല. കാരണം ഇവൻ്റെ ശരീരത്തിലൊക്കെ നിറയെ പൊള്ളലൊക്കെ ഉള്ളതുകൊണ്ട് എണ്ണയൊക്കെ ഉപയോഗിക്കാമോ എന്നുള്ളത് സംശയമായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴെല്ലാം എനിക്ക് അവസരം ലഭിച്ച ICUവിൻ്റെ ഉള്ളിൽ കയറിയാലും ഞാനത് അവൻ്റെ മേൽ എല്ലാം തൈലം പൂശുകയും പ്രാർത്ഥിക്കുകയും നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എന്നേക്കാളുപരി അവിടുത്തെ ഓരോ നഴ്സുമാരും ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ
ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. അവിടുത്തെ ഓരോ കന്യാസ്ത്രീമാരായാലും സിസ്റ്റേഴ്സായാലും ഇവിടെ വിശ്വാസമുള്ളവരിവിടെ വരുന്നവർ ഓരോ ദിവസവും അവനെ കാണുമ്പോൾ അവൻ്റെ നെറ്റിയിൽ അത് കുരിശ് വരച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏകദേശം ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നത്, ഇനി ഒരു 3 മാസക്കാലമെങ്കിലും നിങ്ങൾ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. ഈ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഒരു കണ്ണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും, ഒരു കണ്ണിൽ ഭാഗികമായിട്ട് അവന് കാഴ്ചയുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് പറഞ്ഞത്. അവർക്ക് താഴേൽ ICUവിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മൈക്രോസ്കോപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇതിനെ പറയുന്നത് ടോക്സിക് എപ്പിഡെർമിക് നെക്രോസിസ് എന്നാണ് പറയുന്നത്. ഇത്രയും വലിയൊരു രോഗത്തിൻ്റെ പേര് പോലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത് വളരെ ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പേടിച്ച് എന്ത് ചെയ്ത് എൻ്റെ മകനെ രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിച്ച ഒരവസ്ഥയിൽ പരിപൂർണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് തന്നെയാണ് കൂടെ ഉണ്ടായത്. ഞാൻ ഒരു മാതാവിൻ്റെ ഇടവകയിൽ ജനിച്ച ആളാണ്. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഇടവകക്കാരിയാണ് ഞാൻ. അത്രയധികം ഞങ്ങൾ മാതാവിലും ഈശോയിലും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അത് ഈ അമ്മ മാതാവ് തന്നെയാണ് എൻ്റെ മോൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ICUവിൽ ഏകദേശം 15 ദിവസത്തോളം എൻ്റെ മകൻ ഒരു വാക്ക് ഉരിയാടാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ ജ്യൂസ് മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലും അതുപോലെ മറ്റ് ട്രിപ്പ് വഴിയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു. പിന്നീടാണ് പതുക്കെ അതും ഇവിടുത്തെ ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ട കഞ്ഞിവെള്ളമൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യം കൊടുത്തത്. തേനൊക്കെ ചുണ്ടിൽ തേച്ച് കൊടുത്തു. അവൻ്റെ ചുണ്ടിൻ്റെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു. അത്രയും വിണ്ട് പൊളിഞ്ഞ്. മാർച്ച് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നോയമ്പ് കാലമായിരുന്നു. ഞങ്ങളും നോയമ്പിലായിരുന്നു. ആ നോയമ്പ് സമയത്ത് ഇവനെ കയ്യിൽ പിടിച്ച് ടോയ്ലറ്റിലേക്ക് നടക്കുമ്പോൾ ഞാൻ മാതാവിനെയാണ് എപ്പോഴും ഓർത്തിരുന്നത്. കാരണം 33 വയസ്സുള്ള മകനെ ഏറ്റവും മുറിവേറ്റൊരു ശരീരത്തോടെ കൂടെ കണ്ട ഒരു അമ്മയുടെ മനസ്സായിരുന്നു എനിക്ക്. അതുപോലെ തന്നെയായിരുന്നു ഇവൻ്റെ കൂടെ ഞാനും നടന്നിരുന്നത്. അവനെ കൈപിടിച്ച് നടക്കുമ്പോൾ ഒരു പീഡാസഹനമായിരുന്നു ഞാനും അനുഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചത് എങ്ങനെയെങ്കിലും ഈ ഒരു ഈസ്റ്റർ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ കുടുംബത്തിൽ തരണേന്നായിരുന്നു. അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നു മാതാവ്. ആ ഉയർപ്പിന് മുൻപ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. 20 ദിവസം 3 മാസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 20 ദിവസത്തിന് ശേഷം ആ ആശുപത്രി വിട്ട് പോവാൻ സാധിച്ചു. ഓരോ ദിവസവും ഇവൻ്റെ കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഞാൻ ഈ ഉടമ്പടി തൈലം ഇടുമായിരുന്നു. അപ്പോൾ നമുക്ക് കാണാം ഈ പൊഴിഞ്ഞു പോകില്ല, പാടുകളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്ന ആ തൊലികളെല്ലാം കൊഴിഞ്ഞു പോയി. ഇവനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ആ ബാത്റൂം മുഴുവനും കറുത്ത തൊലികളായിരുന്നു. അതൊഴുകി പോകുന്നത് കാണുമ്പോൾ അമ്മ മാതാവ് തന്നെ അവനെ സുഖപ്പെടുത്തിയത് നമുക്ക് ഓരോ നിമിഷവും അറിയാമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളുടെ സാക്ഷ്യമായിരുന്നു ഇവിടെ വന്നിട്ട് മോനോടൊപ്പം തന്നെ വന്നം എന്നുള്ളത്. പക്ഷേ ഏകദേശം ഇപ്പോൾ ഇത്രയും മാസം അവന് റെസ്റ്റായിരുന്നു. വെയിലൊന്നും കൊള്ളാൻ പാടില്ലായിരുന്നു, പുറത്തിതുപോലെ ആൾക്കൂട്ടത്തിൽ വരാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ഇതൊക്കെ ആയി, ആശ്വാസമായി. ഇപ്പോൾ അവൻ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങി. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് കുറേ ദിവസത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ അതൊക്കെ സുഖമായി കിട്ടി. ആ കാഴ്ച ലഭിച്ച ദിവസവും അന്ന് ഇതുപോലെ തന്നെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ കാഴ്ച ഇവനൊട്ടും തന്നെ എന്നെ കാണാനൊന്നും പറ്റില്ലായിരുന്നു. ഇവനിങ്ങനെ ഞാൻ സംസാരിക്കുന്ന കേട്ട് മാത്രമാണ് എന്നെ തിരിച്ചറിഞ്ഞിരുന്നത്. അന്ന് ഈ കാഴ്ച ലഭിച്ച ദിവസം ഞങ്ങൾ ഇവൻ്റെ കണ്ണിൽ ഇത് പുരട്ടി കൊടുത്തിട്ട് സിസ്റ്ററും ഞാനും കൂടെ മാറി നിന്ന് ഇവൻ ഉറക്കമായിരുന്നു. ആ ഉറക്ക സമയത്ത് ഉറക്കത്തിൽ ഇവൻ എന്നോട് ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ കണ്ണ് ക്ലീനാക്കുന്നത്, ഒരു ചുവന്ന ഉടുപ്പിട്ട് ആരാണ് ഇവിടെ വന്നതെന്നൊക്കെ ഇവൻ ചോദിച്ചു. പക്ഷെ ആ സമയത്ത് നമുക്കതൊന്നും അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒന്നുകിൽ അമ്മയുടെ ഒരു അനുഭവം അവൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും അവൻ വിളിച്ചതും അവൻ കണ്ടതും ഒരു മരിയ എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററിൻ്റെ പേരായിരുന്നു വിളിച്ചത്. മരിയ സിസ്റ്റർ ചുവന്ന ഉടുപ്പിട്ട് വന്നിട്ട് എന്നെ ക്ലീൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് അന്നേരത്തെ നമുക്കത് അത്രയൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷെ പിന്നീട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു അനുഭവം തന്നെ ആയിരുന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഭയങ്കര ശക്തമായിട്ട്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സക്കേവൂസിനെ പോലെ ഒഴിഞ്ഞു മാറി മറ്റുള്ളവർക്ക് പറയണത് കേട്ട് മാത്രം സൈഡിലൊരു സിക്കമൂർ മരത്തിലായിരുന്നു ഞാൻ എപ്പോഴും. എനിക്ക് ഇവിടെ വന്ന് എന്ത് സാക്ഷ്യം കേൾക്കുമ്പോഴും ഒരു സൈഡിലിരുന്ന് കേട്ടിട്ട് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് പോകുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് വളരെ വലിയൊരു അനുഭവം തന്ന് എൻ്റെ കുടുംബത്തിൽ വന്ന് ഈശോ എൻ്റെ കൂടെ തന്നെ എനിക്കൊരു സാക്ഷ്യത്തിനുള്ള ഇത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നു. ഒരു മരണത്തിൻ്റെ വക്കിൽ നിന്ന് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തന്നു. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഉടമ്പടി എടുത്ത ദിവസങ്ങളിലെല്ലാം ഞാനിവിടെ വരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ആധാരം പണയത്തിലായിരുന്നു. ഏകദേശം 8 വർഷത്തിലായിട്ട് അത് ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കണമായിരുന്നു. അപ്പോൾ അത് ഏത് വിധത്തിൽ അത് തിരിച്ചെടുക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു എത്ര ശ്രമിച്ചിട്ടും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്നു എനിക്കത് സാധിച്ചാൽ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയും എന്നുള്ളത്. എനിക്കറിയില്ല, ചിലപ്പോൾ മകൻ്റെ ഈ അസുഖത്തോടെ എന്നെ ഒത്തിരി പേര് ഞങ്ങളുടെ അവസ്ഥകളൊക്കെ പലരും അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും നമ്മളെ സഹായിച്ചു സാമ്പത്തികമായിട്ടൊക്കെ. അതിൻ്റെ പേരിലും പിന്നീട് ഞങ്ങളുടെ ഒരു പരിശ്രമത്തിൻ്റെ പേരിലും ഈ 2 ദിവസം മുന്നേ ഞങ്ങൾക്ക് ആ ആധാരം തിരിച്ചെടുക്കാൻ സാധിച്ചു. അപ്പോൾ അതിനും ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. ഇനി ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കൂട്ടായ്മകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ സാധിക്കുന്ന എല്ലാവർക്കും തന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പ് വഴിയും അല്ലാതെയും ഒക്കെയുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. അതേപോലെ പത്രം ഞാനിവിടെ വന്ന് 3 മാസം കൂടുമ്പോഴാണ് പത്രം വാങ്ങിക്കുന്നത്. അത് സാധിക്കാവുന്ന എല്ലാ രോഗികളിലേക്കും തന്നെ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ സാധിക്കുന്ന മറ്റ് സഹായങ്ങളും സാമ്പത്തികമായ അല്ലാതെ ഭക്ഷണമായോ മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും എന്നെക്കൊണ്ട് സാധിക്കുന്ന എല്ലാവർക്കും തന്നെയും ഞാനത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ എനിക്കൊരു സാക്ഷ്യമായി വളരെ നിങ്ങളോട് എല്ലാവരോടും പറയാൻ തോന്നുന്നത്, ഇപ്പോൾ ഈ ആധാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അതിനു വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യം എല്ലാവരും കൃപാസനം പത്രത്തിൻ്റെ ആ ഒരു സാധ്യത എത്രത്തോളം അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് കിട്ടാവുന്ന അത്ഭുതങ്ങൾ എത്രത്തോളം എന്നുള്ളതൊരു എനിക്ക് കിട്ടിയൊരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ എപ്പോഴും എന്ത് കടബാധ്യതകളുണ്ടെങ്കിലും ഒരു പണയം വെച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഈ ലോണിൻ്റെ ബുക്കുകളൊക്കെ ആയിക്കോട്ടെ മാതാവിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ താഴെയായിട്ട് ഞാനത് സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കി വെക്കും. എന്നിട്ട് ഞാനത് വെക്കുമ്പോൾ പറയും എൻ്റെ കയ്യിലൊന്നുമില്ല, അമ്മയ്ക്കും ഈശോയ്ക്കും മനസ്സാവുന്ന ഒരു നിമിഷം എനിക്ക് ഇതിൽ നിന്നൊരു മോചനം തന്നേക്കണേന്ന്. അപ്പോൾ എനിക്കത് വലിയൊരു സാക്ഷിയായിട്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ്. മോനെ ഇത്രയും സംരക്ഷിച്ചതിനും അവൻ്റെ ദേഹത്ത് ഒരു പാടുപോലും ഇല്ലാത്ത രീതിയിൽ മാറ്റി തന്നു. ഉൾവശങ്ങളിൽ കുറച്ചും കൂടെയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിലും അവന് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അവനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചാണ്, കോളേജിൽ പോകണം, എല്ലാവരെയും ഫേസ് ചെയ്യണം, അതൊക്കെ അവൻ്റെ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ കണ്ണിൻ്റെ കാഴ്ച പോയാൽ അവൻ BCA ആണ് പഠിക്കുന്നത്, അപ്പോൾ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കേണ്ടത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതൊക്കെ ഒരു ടെൻഷനായിരുന്നു. അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മോചനം കിട്ടി. ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് JP ചെറിയാൻ. ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഈ ആൾത്താരെ നിൽക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് സാബു ജോർജ്. ഞാൻ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ഹൈസ്കൂൾ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് 22 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവണമെന്ന്, എൻ്റെ വലിയ സ്വപ്നമായിരുന്നു. പക്ഷേ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ സെറ്റ് പാസ്സാവണം. പക്ഷേ എനിക്ക് സെറ്റ് ഞാൻ എഴുതി, എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. ഞാനിനി റിട്ടയർ ആവാൻ വളരെ കുറച്ച് വർഷങ്ങളും കൂടെ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് ഹയർ സെക്കൻഡറിയിൽ കയറണം, എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ കൃപാസനത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തയാണ്, ജപമാല ചൊല്ലിയാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ കൃപാസനം മാതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വിശ്വാസം വന്നില്ല. പക്ഷേ ഞാൻ പതുക്കെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2024 ജാനുവരി 30 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥനയോടെ എടുത്തു.
വളരെ അത്ഭുതകരമായിട്ട് 31-ാം തീയതി ഒരു ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു. ഹയർ സെക്കൻഡറി കയറാനായിട്ട് 10 വർഷം സർവീസ് ഉണ്ടെങ്കിൽ ഈ സെറ്റ് വേണ്ട. അത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് 22 വർഷം സർവീസുണ്ട്. പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് കയറാൻ സാധിച്ചില്ല. ഞങ്ങൾ ഓൺലൈനിൽ ഇങ്ങോട്ട് വരാൻ സാധിച്ചാതിരുന്നപ്പോൾ ഓൺലൈൻ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ 2024 ഡിസംബർ 8-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും ഹസ്ബൻഡും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഇത് ഞങ്ങളുടെ 2ാമത്തെ ഉടമ്പടിയാണ്. ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടില്ല. എന്തായാലും ഈ ജൂണിൽ എനിക്ക് ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കന്മാരനും 1000 നന്ദി പറയുന്നു. ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രഭാതത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ കിട്ടി. പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെയുള്ളൊരു കൃപ കിട്ടി. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ക്ഷീണമാണെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി നടന്ന് ഞാൻ വഴിയിലുള്ള എല്ലാവർക്കും പത്രം കൊടുക്കും. അതുപോലെ ഞാൻ SLC വാല്യുവേഷൻ ക്യാമ്പിൽ പോയപ്പോഴും ഒരുപാട് അധ്യാപകർ അവിടെ വരും. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കൃപാസന മാതാവിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും കൃപാസനത്തിൽ വരണം, ഞാൻ സാക്ഷിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പത്രങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ടീച്ചറായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഞാൻ വചനം പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ഞാൻ ആദ്യം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഒരു സൈലൻറ്റ് പ്രെയറുണ്ട്. വിസ്ഡം 9:10 സെൻഡ് വിസ്ഡം ഫ്രം ദ ഹോളി ഹെവൻ ഡൗൺ ഫ്രം യുവർ ഗ്ലോറിയസ് ത്രോൺ. ഈ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിച്ചു. അവർക്കെല്ലാം ഇപ്പോൾ കാണാൻ അറിയാം. ഞാൻ ഹൈസ്കൂളിലെ ഓരോ ക്ലാസ്സിൽ ചെല്ലുമ്പോഴും ഈ വചനം പറഞ്ഞ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഞാൻ ഈശോയുടെ ആ നിമിഷം പ്രാർത്ഥിക്കും, ഈ എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യുന്ന പോലെ എൻ്റെ മുന്നിലുള്ള ഓരോ കുഞ്ഞുങ്ങളെയും ഈ വചനത്താൽ അഭിഷേകം ചെയ്ത് വിശുദ്ധരാക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ക്ലാസ് തുടങ്ങുന്നത്. പിന്നെ വീട്ടിൽ അരമണിക്കൂർ ബൈബിൾ വായന ഉത്സാഹത്തോടെ തന്നെ ചൊല്ലുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ കാരുണ്യപ്രവൃത്തി ചെയ്യുന്ന അനാഥാലയങ്ങളിൽ പോയി ഞങ്ങൾ ഡ്രസ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പൊതിച്ചോറിന് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ PMR തിരുവനന്തപുരത്തൊരു PMR ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ അവിടെ ഈ തൈലവുമായിട്ട് ചെന്ന് രോഗികളുടെ അടുത്ത് ചെന്ന് അവരുടെ നെറ്റിയിൽ കുരിശ് വരച്ച് അവർക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇനിയും എൻ്റെ വലിയ ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും വിശ്വസ്തരായിട്ട് മരണം വരെ ഇങ്ങനെ ഈ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് വിശുദ്ധരായി ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ 2 പേരുടെയും ആഗ്രഹം. മക്കളെയും വിശുദ്ധരായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു. അവരെയും വചനം പറഞ്ഞ് ആണ് ഞങ്ങൾ അവരെ വളർത്തുന്നത്. കുടുംബത്തിൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ ഉപ്പ് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഈ ഉപ്പ് ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ കറിക്കകത്തും ഒക്കെ ഞാൻ ഇടുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഉപ്പിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ പ്രാർത്ഥിക്കും, എല്ലാവരെയും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.